നോക്കാം ഇന്ന് സംഭവിച്ചതിൽ വിശദമായ റിപ്പോർട്ടുകൾ. ADGP MR അജിത് കുമാറിനെതിരായ നടപടി ഉടൻ മുഖ്യമന്ത്രിക്ക് കൈമാറും. ADGP MR അജിത് കുമാറിനെതിരായ പരാതികളിൽ DGP സർക്കാരിന് അന്വേഷണ റിപ്പോർട്ട് ഉടൻ കൈമാറും. ഇതിനു മുന്നോടിയായി പോലീസ് ആസ്ഥാനത്ത് അന്വേഷണ സംഘം യോഗം ചേർന്നു. റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. MR അജിത് കുമാറിന്റെ സ്ഥാനം തെറിക്കുമോ? ആ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി ഇതുവരെ കാത്തിരുന്ന നിർണായക റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് മുൻപിലെത്തുമെന്നാണ് വിവരം. CPI നിലപാട് ഘടിപ്പിച്ച ADGPയും RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, കടത്ത് സ്വർണം വീതം വെപ്പ്, എടവണ്ണയിലെ റിദാൻ കൊലപാതകവും ഇടപെടലും, കോഴിക്കോട്ടെ മാമി തിരോധാന കേസ്, മലപ്പുറം SP ക്യാമ്പ് ഹൗസിലെ മരമുറി, അങ്ങനെ ഇതെല്ലാം അന്വേഷിച്ച വിശദമായ റിപ്പോർട്ടാണ് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് മുഖ്യമന്ത്രിക്ക് കൈമാറുക. ഇടതുമുന്നണി യോഗത്തിലും മന്ത്രിസഭാ യോഗത്തിലുമെല്ലാം റിപ്പോർട്ട് വന്ന ശേഷം നടപടിയെക്കുറിച്ച് ആലോചിക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ നടപടി ഉണ്ടാകുമെന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. പരിശോധന നടത്തി അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും നടപടിയിലേക്ക് പോകും. എന്ത് നടപടി എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. റിപ്പോർട്ട് കൈമാറും മുൻപ് ഇന്ന് ഉച്ചയ്ക്ക് പോലീസ് ആസ്ഥാനത്ത് അന്വേഷണ സംഘം നിർണായക യോഗം ചേർന്നു. IG സ്പർജൻ കുമാർ, DIG തോംസൺ ജോസ്, SP-മാരായ ഷാനവാസ്, മധുസൂദനൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പോലീസിന് അനുകൂലമായി MR അജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്ക് അമർഷമുണ്ടെന്നാണ് വിവരം. ആ അമർഷം വിശ്വസ്തനെ കൈവിടുന്നതിലേക്ക് എത്തുമോ എന്നതാണ് ആകാംക്ഷ. 24 തിരുവനന്തപുരം. ADGPയെ മാറ്റുന്ന വിഷയത്തിൽ മുഹൂർത്തമൊന്നും ആരും കുറിച്ചു വെച്ചിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടിയുണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇതിൽ മുഹൂർത്തമൊന്നും ആരും കുറിച്ചു വെച്ചിട്ടില്ല. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് എന്താണോ ചെയ്യേണ്ടത് അത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യും എന്ന് ഉറപ്പ് CPIക്കുണ്ട്. പ്രശ്നം നിലപാടാണ്. നിലപാടിന്റെ പക്ഷമാണ് ഇടതുപക്ഷം. അതിന്റെ പാർട്ടിയാണ് CPI. ഇടതുപക്ഷ ഗവൺമെന്റ് എന്താണോ ചെയ്യേണ്ടത് അതായിരിക്കും കേരളത്തിലെ LDF സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്ന് ഉറപ്പ് CPIക്കുണ്ട്. ഏത് വിഷയത്തിലും ഇടതുപക്ഷ പരിഹാരമല്ലാതെ വേറൊരു പരിഹാരം CPIക്കില്ല. അതെപ്പോഴും ന്യായത്തിന്റെയും നീതിയുടെയും ഭാഗത്തായിരിക്കും. അത് നമ്മൾ കാണാം, ഫോറിൽ കാണാം. LDF നിയമസഭാ കക്ഷി യോഗവും ഉടൻ ചേർന്നേക്കും. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ ADGPയുടെ ഭാവി എന്താകും എന്ന ചോദ്യം ഒരു വശത്ത് നിലനിൽക്കുന്നു. CPI നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അല്പസമയത്തിനകം CPIM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ? ഒരു ഇടതുപക്ഷ തീരുമാനം ഉണ്ടാകുമെന്ന് കരുതാമോ? ക്രിസ്ത്യന, ഈ RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ചയിലും പൂരം കലക്കലിലും മാപ്പില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ CPI അതൊരു സമ്മർദ്ദമായി CPMന് മുമ്പിലേക്ക് ചെലുത്തുന്നതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇന്നലെ ചേർന്ന മന്ത്രിസഭാ ഉപസമിതി യോഗത്തിലടക്കം CPI മന്ത്രിമാർ അവരുടെ നിലപാട് കടുപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് റിപ്പോർട്ട് കിട്ടിയ ശേഷം നമുക്ക് തുടർന്ന് നടപടി തീരുമാനിക്കാമെന്നുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് വേഗം വേണം എന്നുള്ളതായിരുന്നു മന്ത്രി K രാജൻ മറുപടിയായി ആവശ്യപ്പെട്ട കാര്യം. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം തന്നെ മുഖ്യമന്ത്രിയുമായി നേരിൽ കണ്ട് ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ADGP, അതായത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ഇടപെടുന്നതിൽ ADGPക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് DGP റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്ന സാഹചര്യമുണ്ട്. ഇതടക്കമുള്ള വിഷയങ്ങൾ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഇനി മുഖ്യമന്ത്രിക്ക് അധിക നാൾ ADGPയെ സംരക്ഷിച്ച് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പൊതുവിലയിരുത്തൽ. അതിനുമപ്പുറത്തേക്ക് ഈ പൂരം കലക്കലിന് പോലീസിന് ക്ലീൻ ചിറ്റ് നൽകിയ MR അജിത് കുമാറിന്റെ നടപടിയിൽ മുഖ്യമന്ത്രിക്ക് അമർഷമുണ്ട്. അത് മന്ത്രിസഭാ യോഗത്തിൽ മറ്റു മന്ത്രിമാരോട് മുഖ്യമന്ത്രി പങ്കുവച്ചുവെന്ന വിവരവും നൽകിയിട്ടുണ്ട്. പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന തരത്തിലേക്ക് ആയിരുന്നു ADGPയുടെ റിപ്പോർട്ട്. റിപ്പോർട്ട് ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ നിലപാട്. അപ്പോൾ വിശ്വസ്തരെ മുഖ്യമന്ത്രി കൈവിടുമോ എന്നുള്ളത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPI ഉയർത്തുന്ന സമ്മർദ്ദത്തിന് മുൻപിൽ ഇനിയും CPMന് നിലപാട് മാറ്റാതിരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നിലപാട് മാറ്റാതിരിക്കാൻ കഴിയില്ല. ഇന്ന് തന്നെ ADGPക്കെതിരെയുള്ള പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുൻപിൽ എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരണം വേണം. ഏതായാലും കുറച്ച് CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ
ധൃതി വെക്കേണ്ട കാര്യമില്ല. ഇന്ന് തന്നെ ഒരു പക്ഷേ ആ തീരുമാനം അറിയാം എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. മാത്രമല്ല സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അത് അവസാനിച്ചിരിക്കുന്നു. നേതാക്കളൊക്കെ പുറത്തേക്ക് പോവുകയാണ്. ഇന്ന് 6:30 AKG സെന്ററിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. CPM-ന്റെ വ്യക്തമായ നിലപാട് അത് ഈ വിഷയത്തിൽ മാത്രമല്ല, PR വിവാദത്തിന് ശേഷം MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടിരുന്നില്ല. അപ്പോൾ ആ വിഷയത്തിലും ഇന്ന് CPM-ന്റെ നിലപാട് നമുക്കറിയാം. ക്രിസ്റ്റീന, വിവിധ വിഷയങ്ങളിലുള്ള CPIM-ന്റെ നിലപാട് എന്നറിയാം. അല്പസമയത്തിനകം CPIM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണും. ADGP MR അജിത് കുമാറിന്റെ ഭാവി അടക്കമുള്ള വിഷയങ്ങളിൽ എന്താകും പാർട്ടി തീരുമാനമെന്ന് വ്യക്തമാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. വിവാദ അഭിമുഖത്തിൽ PR ഏജൻസിക്കെതിരെ നടപടിയില്ലാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. CPIM-നെ BJP-യുമായി ബന്ധിപ്പിക്കാനാണ് PR ഏജൻസിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. വിവാദത്തിൽ വാസ്തവം എന്തെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ലെന്നാണ് സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ വിമർശനം. മലപ്പുറത്തെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് താൻ പറയാത്ത കാര്യങ്ങളാണ് ദ ഹിന്ദുവിൽ അച്ചടിച്ചു വന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കുന്നു. ഇതോടെ വിവാദം അവസാനിക്കുമെന്നായിരുന്നു CPIM-ന്റെ കണക്കുകൂട്ടൽ. എന്നാൽ മുഖ്യമന്ത്രി പറയാത്ത കാര്യം അഭിമുഖത്തിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച PR ഏജൻസിക്കെതിരെ എന്തുകൊണ്ട് നടപടിയില്ലെന്ന ചോദ്യം ശക്തമാവുകയാണ്. PR ഏജൻസിയുടെ പങ്കിനെക്കുറിച്ച് ദ ഹിന്ദുവും മുഖ്യമന്ത്രിയും പറയുന്ന കാര്യങ്ങളിലും വൈരുദ്ധ്യങ്ങളുണ്ട്. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിനോട് PR ഏജൻസി വിവാദവും ചേർത്തുവയ്ക്കുകയാണ് പ്രതിപക്ഷം. ADGP-യുടെ മുഖ്യ ജോലി RSS നേതാക്കളെ കാണുന്നതാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന അഡീഷണൽ DGP-യുടെ പ്രധാന ജോലി ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ നോക്കിയാൽ RSS നേതാക്കളെ കാണാനാണ് മുഖ്യ ജോലി. അതും രഹസ്യമായിട്ട് സ്വകാര്യ കാറിൽ പോയി കാണുക, അതാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ ജോലി. ആരാണ് ലോ ആൻഡ് ഓർഡർ ADGP? LDF സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രതിക്കൂട്ടിലാക്കുന്ന ചോദ്യങ്ങളിൽ നിയമസഭയിൽ പോലും ഒളിച്ചോട്ടമെന്ന് സമസ്ത മുഖപത്രമായ സുപ്രഭാതം കുറ്റപ്പെടുത്തി. കേരളം അറിയാൻ ആഗ്രഹിച്ച ഉത്തരങ്ങളിൽ നിന്നുള്ള സർക്കാരിന്റെ ഒളിച്ചോട്ടത്തിൽ ദുരൂഹതയുണ്ടെന്നും PR ഏജൻസിക്കെതിരെ എന്തുകൊണ്ട് നടപടിയില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നുമാണ് ആവശ്യം. 24 ഡൽഹി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി BJP-യുടെ പ്രതിഷേധം. എറണാകുളത്ത് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡുകൾ തള്ളി മാറ്റാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കായിരുന്നു BJP പ്രതിഷേധം. V മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോടും പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പാലക്കാട്, കോട്ടയം കളക്ടറേറ്റുകളിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിലും നേരിയ സംഘർഷമുണ്ടായി. ഇവിടെ നിരവധി സമരങ്ങൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധക്കാരെ നീക്കാൻ പോലീസ് ശ്രമിച്ചത് വാക്കേറ്റത്തിനിടയാക്കി. പശ്ചിമേഷ്യയിലെ സാഹചര്യം ആശങ്കപ്പെടുത്തുന്നതെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. നിലവിൽ ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് കടന്നിട്ടില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ, ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് വിമാന സർവീസുകൾ തുടരുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. നാട്ടിലേക്ക് മടങ്ങി വരേണ്ടവർക്ക് വിമാന സർവീസുകൾ ഉപയോഗിക്കാമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 3000-ഓളം ഇന്ത്യക്കാരാണ് ലബനനിൽ മാത്രമുള്ളത്. ഇതിൽ 10,000-ഓളം പേർ ഇസ്രയേലിലാണ്. അതിനിടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പാകിസ്ഥാൻ സന്ദർശിക്കും. ഈ മാസം 15, 16 തീയതികളിൽ ഇസ്ലാമാബാദിൽ നടക്കുന്ന SCO ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വാർത്തകളിലേക്ക്. കണക്കുകൾ എണ്ണിച്ചോദിച്ചു കോടതി. മുണ്ടക്കൈ
മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ എസ്റ്റിമേറ്റിന്റെ മാനദണ്ഡം അറിയിക്കണമെന്ന് ഹൈക്കോടതി. മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന്റെ ചെലവ് സർക്കാർ ഹാജരാക്കണം. കേരളത്തിന് ദുരിതാശ്വാസ സഹായം നൽകുന്നതിൽ കേന്ദ്രം നിലപാടറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വയനാട് ഉരുൾപൊട്ടൽ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് സർക്കാരിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. എസ്റ്റിമേറ്റ് തുക കണക്കാക്കുമ്പോൾ എങ്ങനെ തുക വകയിരുത്തുമെന്നത് കൃത്യമായി വേണം. ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന്റെ ചെലവ് സർക്കാർ ഹാജരാക്കണം. മൃതദേഹം സംസ്കരിക്കാൻ ഭൂമി ഏറ്റെടുത്തതിന് ചെലവായ തുകയും അറിയിക്കണം. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം ലഭ്യമാക്കാൻ നിർദ്ദേശിക്കണമെന്ന് അമിക്കസ് ക്യൂറി കോടതിയോട് അഭ്യർത്ഥിച്ചു. തുടർന്ന് കേരളത്തിന് ദുരിതാശ്വാസ സഹായം നൽകുന്നതിൽ കേന്ദ്രം നിലപാട് അറിയിക്കണമെന്നും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. 24 കൊച്ചി. മുണ്ടക്കൈ ചൂരൽമല വിലങ്ങാട് ഉരുൾപൊട്ടലുകളിൽ അനുശോചനം രേഖപ്പെടുത്തിയ നിയമസഭ സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് ചൂരൽമലയിലുണ്ടായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കേന്ദ്ര സഹായം ലഭിക്കാത്തത് ദൗർഭാഗ്യകരമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. 15ാം നിയമസഭയുടെ 12ാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവർക്ക് സഭയുടെ ആദരം. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കാൻ പ്രത്യേകം പഠനം നടത്തണമെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും ദുരന്ത വാർത്ത അപ്രത്യക്ഷമായെന്നും സ്പീക്കറുടെ വിമർശനം. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുന്നതിന് ആവശ്യമായ പഠനം നടത്താനും തയ്യാറാവേണ്ടതുണ്ട്. അങ്ങനെ കണ്ടെത്തുന്ന പ്രദേശങ്ങളിൽ നിന്നും ജനതയെ പൂർണ്ണമായും മാറ്റി പുനരധിവസിപ്പിക്കാൻ പാക്കേജും ആവശ്യമാണ്. ഇനിയൊരു ദുരന്തമുണ്ടാകുമ്പോൾ നടക്കേണ്ട ചർച്ചയല്ല ഇത്. അപകടത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന നിലയിൽ കണക്കുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ അന്തിമോപചാരം. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വീകരിച്ച നടപടികളും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇനിയും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള ഇത്തരം ദുരന്തങ്ങളെ പ്രതിരോധിക്കാനും അവയുടെ ആഘാതം പരമാവധി ലഘൂകരിക്കാനും സംസ്ഥാന സർക്കാർ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച പ്രതിപക്ഷം കേന്ദ്ര സഹായം വൈകുന്നതിനെ വിമർശിച്ചു. താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും നമുക്കുണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതെ പോകാൻ നമുക്ക് വയ്യ. ഇനിയൊരു ദുരന്തമുണ്ടാകാതെ തങ്ങളുടെ നാടിനെ സംരക്ഷിക്കണമെന്ന് സ്ഥലം MLA T സിദ്ദീഖ്. നമ്മുടെ ഉത്തരവാദിത്തം ഇനിയൊരു ദുരന്തം ഇല്ലാത്ത രീതിയിൽ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ നടപടികളാണ്. വയനാട് ദുരന്തമെന്ന് പറയാതെ ചൂരൽമല ദുരന്തമെന്ന് പറയാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മന്ത്രി K രാജന്റെ അഭ്യർത്ഥന. വയനാട് എന്ന് തുടർച്ചയായിട്ടുള്ള പ്രയോഗങ്ങൾ വയനാട്ടിലേക്ക് ആളുകൾ എത്തുന്നതിൽ പോലും പ്രയാസമുണ്ടാകുന്നു എന്ന പൊതുസമൂഹത്തിന്റെ അഭ്യർത്ഥന കൂടി കണക്കിലെടുത്തുകൊണ്ട് ദുരന്തങ്ങളിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 24 തിരുവനന്തപുരം. കൂടുതൽ ATMകൾ കൊള്ളയടിക്കാൻ തൃശൂർ ATM കവർച്ചാ കേസിലെ പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നെന്ന് പോലീസ്. കവർച്ചാ കേസിലെ പ്രതികളെ പോലീസ് തമിഴ്നാട്ടിൽ നിന്ന് തൃശൂരിലെത്തിച്ചു. ഹരിയാന സ്വദേശികളായ 5 പ്രതികളെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ATM കൊള്ള സംഘത്തിനെ തമിഴ്നാട് നാമക്കലിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് വൈകിട്ട് ഇവരെ തൃശൂരിലെത്തിച്ചു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം CJM കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളുമായി നാളെ ഷൊർണൂർ റോഡിലെ ATM കൗണ്ടറിൽ തെളിവെടുപ്പ് നടത്തും. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് നീക്കം. ATM സുരക്ഷാ സന്ദേശം എന്തുകൊണ്ട് വൈകി, പ്രതികൾക്ക് പുറത്തുനിന്നുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കും. പ്രതികൾ സഞ്ചരിച്ച കാർ ദേശീയപാതയിൽ വെച്ച് തന്നെയാണ് കണ്ടെയ്നർ ലോറിക്കകത്തേക്ക് കയറ്റിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ആദ്യ മോഷണത്തിന് ശേഷം ഇരിങ്ങാലക്കുടയിൽ നിന്നും തൃശൂരിലേക്ക് വരുന്നതിനിടയിൽ മറ്റൊരു ATMൽ കൂടി പ്രതികൾ മോഷണത്തിന് പദ്ധതിയിട്ടു. എന്നാൽ സുരക്ഷ കർശനമായതിനാൽ വേണ്ടെന്ന് വെച്ചു. 7 പ്രതികളാണ് കേസിലുണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. സംഘട്ടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു പ്രതിയുടെ കാൽ മുറിച്ചുമാറ്റി. ഇയാൾ ഇപ്പോഴും ആശുപത്രിയിലാണ്. മറ്റ് 5 പേരെയാണ് ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ATM കവർച്ചയുമായി ബന്ധപ്പെട്ട് 3 കേസുകളാണ് തൃശൂരിലുള്ളത്. വിയ്യൂർ, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനുകളിലാണ് മറ്റ് കേസുകൾ. കഴിഞ്ഞ 27-ന് പുലർച്ചെയാണ് പ്രതികൾ തൃശൂരിലെ 3 ATMകൾ തകർത്ത് 65 ലക്ഷം രൂപ കവർന്നത്. 24 തൃശൂർ. 56 വർഷം മുൻപ് ഹിമാചൽ പ്രദേശിൽ വിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ തോമസ് വി ചെറിയാന്റെ മൃതദേഹം സംസ്കരിച്ചു. പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരുന്നു ജന്മനാടായ പത്തനംതിട്ടയിലെ സംസ്കാര ചടങ്ങ്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ തോമസ് ചെറിയാന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. അരനൂറ്റാണ്ട് മുൻപ് രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ സൈനികന്
സമാനതകളില്ലാത്ത യാത്രയയപ്പാണ് ജന്മനാട് നൽകിയത്. രാവിലെ 10 മണിയോടെ തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്നും ജന്മനാടായ ഇലന്തൂരിൽ തോമസ് ചെറിയാന്റെ മൃതദേഹം എത്തിച്ചു. ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് വീട്ടിലേക്കുള്ള വിലാപയാത്രയിൽ ഒരു നാടാകെ പങ്കാളികളായി. സൈനിക വാഹനത്തിലെത്തിച്ച മൃതദേഹം സഹോദരൻ ഉൾപ്പെടെ ബന്ധുക്കൾ ഏറ്റുവാങ്ങി. ഗാർഡ് ഓഫ് ഓണർ നൽകി കേരള പോലീസിന്റെ ആദരം. വീട്ടിൽ നിന്ന് കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലേക്കുള്ള വിലാപയാത്രയിലും 100 കണക്കിന് പേർ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ നിന്ന് നിരവധി പേർ തോമസ് ചെറിയാന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അനുശോചന സന്ദേശം ആന്റോ ആന്റണി MP വായിച്ചു. മതപരമായ ചടങ്ങുകൾക്ക് ശേഷം സൈന്യത്തിന്റെ ഗാർഡ് ഓഫ് ഓണർ. ആയിരങ്ങളുടെ സ്നേഹമേറ്റുവാങ്ങി തോമസ് ചെറിയാൻ ഇനി ജന്മനാട്ടിൽ അന്ത്യവിശ്രമം. 24 പത്തനംതിട്ട. ഫ്ലവേഴ്സ് ഗോകുലം ഗ്രൂപ്പ് ചെയർമാനും വ്യവസായ പ്രമുഖനുമായ ഗോകുലം ഗോപാലന്റെ 80ാം പിറന്നാൾ ആഘോഷിക്കാൻ മലബാറിലെ പൗരാവലിയും ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനും ഈ മാസം 25, 26 തീയതികളിലാണ് സുഹൃതപഥം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. 25-ന് വൈകുന്നേരം 6 മണിക്കുള്ള സൗഹൃദ സംഗമവും ഡിന്നർ വിത്ത് ഗോപാലേട്ടൻ എന്ന ചടങ്ങും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. 26-ന് വൈകുന്നേരം നടക്കുന്ന ആദരസന്ധ്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഗോകുലം ഗോപാലൻ കൈവരിച്ച വിവിധ ബിസിനസ് മേഖലകളെ തലമുറയ്ക്ക് പഠന വിഷയമാക്കാൻ ബിസിനസ് കോൺക്ലേവും നടത്തും. കലാ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. കോഴിക്കോട് സരോവരത്തെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് പരിപാടിയെന്ന് സുഹൃതപഥം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണൂർ വെടിവെപ്പിൻചാലിൽ 3.5 വയസ്സുകാരന് അങ്കണവാടിയിൽ വീണ് പരുക്ക്. തലയിൽ ആഴത്തിൽ മുറിവേറ്റ കുട്ടിക്ക് ടീച്ചർ മതിയായ ചികിത്സ നൽകിയില്ലെന്ന് കുടുംബം ആരോപിച്ചു. വിവരം മാതാപിതാക്കളെ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് പിതാവ് ധനേഷ് 24-നോട് പറഞ്ഞു. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ധനേഷിന്റെ 3.5 വയസ്സുകാരനായ മകനാണ് ഇന്നലെ ദുരനുഭവമുണ്ടായത്. നമ്മൾ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ കുട്ടീനെ കൊണ്ട് മുറിവ് നോക്കിയിട്ട് നമ്മൾ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടു. അല്ലെങ്കിൽ ഇവർ കാര്യം ചെയ്യണം, ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വിളിച്ചു പറയാം. ഒന്നും വേണം, ഇവർ പറ്റാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് നമ്മളെന്ന് വിളിച്ച് വിവരം പറഞ്ഞാൽ മതി. നമ്മളവിടെ ചെന്ന് ചെയ്യും. ഇവർ നമ്മുടെ ഒരു വായ്ക്ക് പോലും പറയാതെ അവിടെ ചെന്നപ്പോൾ ഇവർ പറയാണ് കുട്ടി ചെറുതായിട്ട് വീണിട്ടുണ്ട്, നമ്മൾ മരുന്ന് വെച്ചിട്ടുണ്ട്, പേടിക്കാനൊന്നുമില്ല. പരുക്കു പറ്റിയ വിവരം മാതാപിതാക്കളെ കൃത്യസമയത്ത് അറിയിച്ചില്ലെന്നും മതിയായ ചികിത്സ നൽകിയില്ലെന്നുമാണ് ആരോപണം. പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴാണ് ആന്തരിക രക്തസ്രാവമുണ്ടെന്ന് അറിയുന്നത്. തുടർന്ന് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പരിയാരം മെഡിക്കൽ കോളേജ് CT സ്കാൻ റിപ്പോർട്ട് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് കുട്ടിക്ക് ഇന്റർനൽ ബ്ലീഡിംഗ് ആയിട്ടുണ്ട് ഉള്ളിലേക്ക്, നമുക്കൊന്നും ചെയ്യാൻ പറ്റും, നിങ്ങൾ നേരെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരണമെന്ന് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ നിന്ന് രാത്രി 2 മണിക്ക് അവരെ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് 108 നമ്മൾ കയറ്റി ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നപ്പം നമ്മൾ റിപ്പോർട്ടും കാര്യങ്ങളും രാവിലെ ആയപ്പം ബ്ലഡും കാര്യം റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഭയങ്കര വിറവലാണ്. ഇപ്പോൾ അധികമായിട്ടൊന്നും കഴിക്കാൻ കൊടുക്കണം, ഈ വെള്ളം മാത്രം കൊടുത്താൽ മതി. നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന റിപ്പോർട്ട് പറയും, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു. അധ്യാപകർ മരുന്നിനു പകരം മുറിവിൽ ചായപ്പൊടി വെച്ചതായും കുടുംബത്തിന് സംശയമുണ്ട്. വിഷയത്തിൽ പ്രതികരിക്കാൻ അധ്യാപകർ തയ്യാറായിട്ടില്ല. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.